ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലൊരു ഇത് കണ്ട് കംബോഡിയ എന്ന സ്ഥലത്ത് ജോലിക്ക് പോയതാണ് ഞാൻ. എനിക്ക് കിട്ടിയ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാമിങ് ജോബായിരുന്നു. അത് ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതപ്പോൾ അവരത് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരെന്നെ തല്ലി ഇതാക്കുകയും അതിനുശേഷം എന്നെ അവിടുന്ന് പുറത്താക്കുകയും ചെയ്തു. ഉയർന്ന ശമ്പളവും മെച്ചപ്പെട്ട ജീവിത നിലവാരവുമാണ് പലരെയും വിദേശ രാജ്യങ്ങളിലേക്കുള്ള ജോലികളിലേക്ക് ആകൃഷ്ടരാക്കുന്നത്. എന്നാൽ അവിടെയും ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികളെക്കുറിച്ച് ആരും അറിയുന്നില്ല. ആരും തന്നെ ബോധവാന്മാരല്ല. എല്ലാവരും എന്നെ ദയവ് ചെയ്തൊന്ന് സഹായിക്കണം. ഞാനൊരു കുടുക്കിലാകപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ കംബോഡിയയിൽ ഞാൻ ഒരു ജോലിക്ക് വേണ്ടി വന്നതാണ്. ഇത് ഞാൻ നൗക്കരി വെബ്സൈറ്റ് വഴി ജോബ് കൺസൾട്ടൻ്റ് എന്നെ ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്തിട്ട് ഇവർ കൊണ്ടുവന്നതാണ്. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നമ്മളോട് പറഞ്ഞ ജോലിയൊന്നും അല്ല അവർ ചെയ്യിക്കുന്നത്. പാവപ്പെട്ട മനുഷ്യരുടെ അവസ്ഥ ചൂഷണം ചെയ്ത് തെറ്റായ വാഗ്ദാനങ്ങൾ നൽകി പണം തട്ടുന്ന ഏജന്റുമാർ നമ്മുടെ നാട്ടിൽ നിന്ന് സുലഭമാണ്. ജോലി തട്ടിപ്പിനിരയായി മലയാളികളടക്കം കിർഗിസ്ഥാനിലും ഖസാക്കിസ്ഥാനിലും കുടുങ്ങിക്കിടക്കുന്നതായി പരാതി. 3 ദിവസമായി ആഹാരം പോലും ലഭിക്കുന്നില്ലെന്നും 5000 രൂപയ്ക്ക് തങ്ങളെ വിറ്റു എന്നുമാണ് ഏജന്റ് പറയുന്നതെന്ന് വിപിൻ പറഞ്ഞു. ഞങ്ങളെപ്പോലെ ഒത്തിരി പേര് ഇവിടെ റൂമിൽ കിടക്കുന്നുണ്ട്. ജോലിക്ക് വാഗ്ദാനം നൽകി ഒരു ഏജന്റ് മുഖേന വന്ന ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. മുൻപൊക്കെ ഗൾഫ് രാജ്യങ്ങളിലായിരുന്നെങ്കിൽ ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ഇത്തരം തട്ടിപ്പുകൾ അരങ്ങേറുന്നത്. കിഴക്കൻ യൂറോപ്പിലെ അർമേനിയയിലേക്ക് ജോലി വാഗ്ദാനം ചെയ്യപ്പെട്ടു പോയ ഈ ചെറുപ്പക്കാർ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് മടങ്ങിയെത്തിയത്. വിസ തട്ടിപ്പുകാരുടെയും മാഫിയയുടെയും കയ്യിൽ നിന്ന് അത്ഭുതകരമായാണ് ഇവർ മടങ്ങിയെത്തിയത്. ഒരു വെജിറ്റബിളിൻ്റെ ഒരു ഫാക്ടറിയിൽ നമ്മൾക്ക് പാക്കിംഗ് ജോബ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് കൊണ്ടുപോയത്. അങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് 3-3.5 മാസം നാളെ റെഡിയാവും, ഇന്ന് റെഡിയാവും, നാളെ റെഡിയാവും എന്നുള്ള 2.5 ലക്ഷത്തോളം രൂപ വാങ്ങി കംബോഡിയയിലേക്കുള്ള ജോലിയും ഉയർന്ന ശമ്പളവും വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് വീരന്മാർ ഈ യുവാവിനെ ചതിക്കുഴിയിലകപ്പെടുത്തിയത്. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ട്രാവൽ എക്സ്പെൻസും മറ്റൊക്കെ ആയിട്ട് മൊത്തം 3.5 ലക്ഷം രൂപ ചെലവ് വന്നിരുന്നു. അന്യദേശങ്ങളിലേക്ക് തൊഴിലിനായി പോകുന്നതിന് മുൻപ് ജോലിയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം യാത്ര ചെയ്യുക. സഹായത്തിനായി ഞങ്ങളുടെ ഈ നമ്പറിൽ ബന്ധപ്പെടാം. എനിക്ക് പറ്റില്ല, വേറെ പറ്റാതിരിക്കുക. എന്ത് ജോബാണെങ്കിലും അത് കറക്റ്റ് ഡേറ്റ അല്ലെങ്കിൽ എന്ത് നിങ്ങൾക്ക് വിശ്വാസമാണ്, എന്ത് പ്രൂഫിന് ചോദിക്കാൻ പറ്റും അത്രയും പ്രൂഫ് മേടിക്കുക. ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഏജൻസി വഴി അല്ലാതെ ഒരു രാജ്യത്തേക്കും പോവാതിരിക്കുക എല്ലാവരും.